താരനെ പ്രതിരോധിക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് പറ്റിയ ഒരു കിടിലൻ താളിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കുറുന്തോട്ടിക്കും വാദമോ എന്നൊരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ വാദമല്ല, മറിച്ച് ഗുണങ്ങളാണ് ഇതിനുള്ളത്. പല ആയുർവേദ ചികിത്സകളിലും പ്രധാന ഭാഗമാണ് ഈ ചെറു സസ്യം നമ്മുടെ കുറുന്തോട്ടി. വാതരോഗത്തിൻ്റെ ചികിത്സയിൽ ഇതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കുറുന്തോട്ടിക്കും വാദമോ എന്നൊരു പഴഞ്ചൊല്ല് പോലും വന്നത്. പണ്ട് കാലം മുതൽ തൊടിയിലും മുറ്റത്തും സാധാരണയായി കണ്ടുവരുന്ന ഔഷധ സസ്യം. പണ്ടൊക്കെ ഷാമ്പു ഒക്കെ വരുന്നതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഹെർബൽ താളിയാണിത്. ഇപ്പോഴല്ലേ നമ്മുടെ ഷാമ്പു ഒക്കെ വന്നത്. അപ്പോൾ അതിന് മുമ്പൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഹെർബൽ താളിയാണ്. ഇത് നമ്മുടെ മുടിക്ക് സ്വാഭാവികമായ ഒരു തിളക്കം നൽകാനും അതുപോലെ മുടി കൊഴിച്ചിൽ മാറാനും താരനെ പൂർണ്ണമായിട്ട് മാറ്റി സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കാനും നല്ലൊരു ഉറക്കം ലഭിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു കുഞ്ഞൻ സസ്യമായ കീഴാർനെല്ലിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ കേശ സംരക്ഷണത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു വില്ലനായ താരനെ പൂർണ്ണമായും കളയാൻ സഹായിക്കുന്ന ഒരു കുഞ്ഞൻ ഔഷധം. ഒരു പിടി കീഴാർനെല്ലി ഉണ്ടെങ്കിൽ താരനെ നമുക്ക് വേരോടെ തന്നെ അകറ്റാൻ സാധിക്കുന്നതാണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീട്ടുവൈദ്യത്തിലെ ഔഷധ സസ്യമായ തുളസിയാണ്. തലയോട്ടിയിലെ കോശങ്ങൾക്ക് പുതുജീവൻ നൽകി മുടിക്ക് നല്ലൊരു സ്വാഭാവിക ഒരു തിളക്കം നൽകാനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനും ഒക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു. തലയിലെ പെയിൻ ശല്യങ്ങളൊക്കെ പോകാനായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്നു. എടുത്തു വെച്ചിരിക്കുന്ന ഔഷധങ്ങളെല്ലാം നന്നായിട്ട് കഴുകി കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറുന്തോട്ടി ഒരു 2 പിടിയും മറ്റേത് രണ്ടും ഒരു 3-4 തണ്ട് വീതം മാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കീഴാർനെല്ലിയൊക്കെ ധാരാളമായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ കീഴാർനെല്ലിയും ഒക്കെ സമം എടുക്കുന്നുണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാ ഔഷധങ്ങളല്ലേ. അപ്പോൾ ഇതെല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടേക്കുവാണ്. അടുത്ത് നമ്മളെടുക്കുന്ന കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം പണ്ട് മുതലേ നമ്മുടെ കേശ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഔഷധമാണ്. വിറ്റാമിനുകളും ധാതുക്കളുടെയൊക്കെ ഒരു കലവറയാണ് കഞ്ഞിവെള്ളം. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കഞ്ഞിവെള്ളം നമ്മൾ കഞ്ഞി ഊറ്റി ആ തിളച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമല്ലേ, ആ കഞ്ഞിവെള്ളമാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. നമ്മൾ ഈ കഞ്ഞിവെള്ളം നമ്മൾക്ക് എത്രത്തോളം നമുക്ക് താളി വേണോ അത്രത്തോളം നമ്മൾ വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ അടച്ചു വെക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും വെച്ച ശേഷമാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ താളി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം ഞാൻ കഞ്ഞിവെള്ളം ആ ലെവലിൽ തന്നെ, ആ ഇലകളുടെ ലെവലിൽ തന്നെ ഒഴിച്ചേക്കുവാണ്. ഇനി നമുക്ക് ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ താളി ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ തിളച്ച കഞ്ഞിവെള്ളത്തിനകത്തോട്ടിട്ട് ഔഷധങ്ങളുടെ സത്ത് മുഴുവൻ അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്, ആ കഞ്ഞിവെള്ളത്തിലോട്ട്. ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളം ഇപ്പോൾ ഒരു സെറ്റായി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിക്കാം. മിക്സിയിലിട്ട് അടിച്ച് നമ്മൾ സാധാരണ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു തുണിയിലോട്ടിട്ട് പിഴിഞ്ഞ് നമുക്കിതിൻ്റെ താളി മുഴുവൻ പിഴിഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ കൈകൊണ്ട് ചിരടിയാലും മതി, അല്ലെങ്കിൽ മിക്സിയിൽ അടിക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ മിക്സിയിലാണ് അടിക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മുടെ താളി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു ഹെർബൽ താളിയാണ് ഇത്. ചെറിയ ചൂടോടെ ആയിരിക്കും നമ്മൾ തിളച്ചൊഴിച്ചതല്ലേ, അപ്പോൾ എന്നാലും ആ ചൂട് ചെറുതായിട്ട് നിൽക്കും. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ജലദോഷം ഒന്നും ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ ഞാൻ പിഴിഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഇത് നമുക്ക് കളയേണ്ട കാര്യമില്ല. ഇത് നമുക്ക് വേറെ വെള്ളത്തിൽ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇത് നമുക്ക് ഫസ്റ്റിലെ ഈ താളി ലൈറ്റായിട്ട് ഒരു ഓയിൽ മസാജ് ഒക്കെ കൊടുത്ത ശേഷം നമുക്ക് സ്കാൽപ്പിലും മുടിയിലുമായിട്ട് നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്തൊന്ന് പിടിച്ച് വെക്കാം. തലയോട്ടി നല്ലതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അതിന് ശേഷം നമുക്ക് ഈ നമ്മൾ രണ്ടാമത് പിഴിഞ്ഞെടുത്ത വെള്ളം നമുക്കത് തല കഴുകാൻ വേണ്ടി ആദ്യം അത് നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ കഴുകുന്നതിന് മുമ്പായിട്ട് ആദ്യം ഈ വെള്ളത്തിൽ കഴുകിയ ശേഷം വേണം നമ്മൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാനായിട്ട്. നമ്മുടെ ഈ താളി ഉപയോഗിക്കുന്ന വഴി താരം പോകാനും മുടി കൊഴിച്ചിലിനും അകാലനരം അങ്ങനെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളൊക്കെ മാറി മുടി നല്ല സിൽക്കി ആയിട്ട് ഷൈനി ആയിട്ട് കിടക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു കഞ്ഞിവെള്ളം ഹെർബൽ താളിയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ താളി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ്. കാരണം എത്ര നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്നതിന് മുടിയാണ്. എൻ്റെ മുടിയുടെ അവസ്ഥ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്, നമ്മുടെ ചാനൽ കാണുന്നവർക്ക് അറിയാവുന്നതാണ്. ഇത് ഞാൻ എൻ്റെ ഫസ്റ്റിൽ നമ്മുടെ ചാനൽ തുടങ്ങുമ്പോൾ ഉള്ള എൻ്റെ മുടിയുടെ അവസ്ഥയും കാണിക്കുക. ഇപ്പോൾ തന്നെ ഞാൻ ഇതുപോലുള്ളതൊക്കെ ഉപയോഗിച്ചാണ് മാറ്റം ഇത്രയും വരുത്തിയത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിച്ചാൽ മതി. ഞാനത് മറുപടി തീർച്ചയായിട്ടും തരുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും എല്ലാം പുതിയൊരു വീഡിയോ ഇടാനുള്ള മോട്ടിവേഷനാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.